കുട്ടീസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് നമ്മുടെ കണ്ണൂസിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ ലോലിപോപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കനിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു കോഴിമുട്ട, പിന്നെന്താ ഒരു 1/4 ടീസ്പൂണോളം സോയ സോസ് ആണ്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ ഇത്രയും കൂടി ഇട്ട് ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനൊക്കെ റെസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് 2 സൈഡ് മറിച്ചും തിരിച്ചും ഇട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഗാർലിക്കുമാണ്. അതിന് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കളർഫുൾ ആവട്ടെ എന്ന് കരുതി 3 ടേബിളുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ് കേട്ടോ, ഇല്ലെങ്കിലും വേണ്ട, കുഴപ്പമില്ല. പിന്നെന്താ, നമുക്കൊരു സോസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 2 ടീസ്പൂൺ ചില്ലി സോസ് ഇത്രയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ബാലൻസ് എണ്ണയിലോട്ട് നമുക്ക് ഫസ്റ്റ് ഗാർലിക്കും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് അതൊന്ന് നന്നായി സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് സവാള ഇടുക. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. പിന്നെ ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ അതിലോട്ട് ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ സോസുകളൊക്കെ ഒന്ന് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ബാലൻസ് വന്ന സോസിലോട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കാനായിട്ട് ഒന്ന് കുറുകി വരാനായിട്ട്. എന്നിട്ട് നമുക്ക് എന്താ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസും അതിലോട്ട് ലേശം ഹണിയും കൂടെ ഒഴിച്ച് ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ വെള്ള എള്ളാണ് അതും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ സെഷൻ. ടാറ്റാ ബൈ ബൈ.